നമസ്കാരം. ഞാൻ ഈ ഓരോ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ചില കഥകൾ പറയാറുണ്ട് ആൾക്കാരെ ബോറടിപ്പിക്കാൻ. പലപ്പോഴായിട്ട് ഞാൻ കേട്ട കഥകൾ, പഴഞ്ചൻ കഥകൾ. ഇന്നിപ്പോൾ ഒരു കഥ, സംഭവങ്ങളൊന്നുമില്ല, കഥ തന്നെ പറയാൻ പോവുകയാണ്. ഞാൻ എപ്പോഴോ കേട്ടൊരു കഥ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നടക്കുന്നൊരു കഥ. എൻ്റെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് അതിനെക്കുറിച്ച് ഒരിക്കലും വേവനാതിപ്പെടാത്ത ഒരു മനോനില എനിക്ക് ഉണ്ടാക്കി തന്ന കഥ. ഒരു കുട്ടിക്കഥ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, നിങ്ങൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാനും. ഇതൊരു കഥ മാത്രമല്ല, സംഭവമാണ്. അങ്ങനെ കാലങ്ങളെ കൊണ്ട് പാടിപ്പതിഞ്ഞ് പറഞ്ഞ് അതൊരു കഥാരൂപമായി തീർന്നു എന്ന് മാത്രം. കൽക്കട്ടയിൽ നിന്നൊരു 100-120 കിലോമീറ്റർ അകലെ ഒരു കൊച്ചു ഗ്രാമം. അവിടെയുള്ളവരൊന്നും കൽക്കട്ട കണ്ടിട്ട് തന്നെയില്ല. അങ്ങനെ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് ബസ്സും കാറും ലോറിയൊന്നും പോവില്ല. കുറേ ദൂരം വാഹനം പോകും, പിന്നെ കുതിരവണ്ടി, പിന്നെ നടന്ന്, പിന്നെ കഴുതപ്പുറത്ത്, ഇങ്ങനെയൊക്കെ വേണം അവിടെ എത്താൻ. അവിടെ ഒരു സർക്കാർ വക അവിടുത്തെ ആദിവാസികൾക്കൊക്കെ ആയിട്ട്, ഫോറസ്റ്റ് ജോലി നോക്കുന്നവർക്കൊക്കെ ആയിട്ടൊരു ചെറിയ ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അവിടെ അടിച്ചുതളി എന്ന് പറയുമല്ലോ, വൃത്തിയാക്കാനൊക്കെ ഒരു അറ്റൻഡർ വരാറുണ്ട്. ഒരു പാവപ്പെട്ട സ്ത്രീ, 45-50 വയസ്സുള്ളൊരു സ്ത്രീ അവിടെ വരാറുണ്ട്. അവിടെ ഒരു ഡോക്ടറേ ഉള്ളൂ. അവർക്കൊരു അസിസ്റ്റൻ്റ് ഉണ്ട്. അങ്ങനെ ഒരു കൊച്ചു സങ്കേതം മാത്രമാണ്. ഈ സ്ത്രീ പലയിടത്തും ജോലിക്ക് പോയിട്ടാണ് ജീവിക്കുന്നത്. ഇവിടെ വന്ന് അവരുടെ കർമ്മം നിർവഹിച്ച് വയ്ക്കും. 2 മണിക്കൂർ അടിച്ചു വാരും തുടയ്ക്കും, അതെല്ലാം ചെയ്ത് വൃത്തിയാക്കിയിട്ട് അവർ പോകും. പലപ്പോഴും ഇവിടുത്തെ ഈ ഓഫീസ് മറ്റേ ഹെൽത്ത് സെൻറ്റർ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവർ ജോലി കഴിച്ചവർ പോയിട്ടായിരിക്കും. വീട്ടിൽ എല്ലാവരും വിശ്വാസമാണ്. ആ പാവത്തിന് കുറച്ച് ശമ്പളം കിട്ടാറുണ്ട്. ഒരു ദിവസം അതുപോലെ നല്ല മഴ പെയ്യുന്ന സമയത്ത് അവരിതുപോലെ തന്നെ, കുടയതൊന്നുമില്ല, ഓടിയൊന്ന് ഉള്ള മുണ്ടോട്ട് തല തോർത്ത് അത്രയേ ഉള്ളൂ പാവം. അത്രയും ദാരിദ്ര്യമാണ്. അങ്ങനെ ഓടി വന്ന സമയത്ത് അവർ ആശുപത്രിയുടെ വരാന്തയിൽ ഒരു കാഴ്ച കണ്ടു. അവർ അതിശുപോയി. അവിടെ ഒരു ചോരക്കുഞ്ഞ് ഒരു ചാക്ക് വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഈ കുട്ടിയെ കിടത്തിയിരിക്കുകയാണ്. ഏകദേശം 2, 3, 4, 5 ദിവസം പ്രായമായിട്ടുള്ളൂ പ്രസവിച്ചിട്ട്. അതിനൊരു ചോരക്കുഞ്ഞ്. പൂക്കൾ പൊടി പോലും മുഴുവനായിട്ട് മുറിഞ്ഞു പോയിട്ടില്ല. അവരാ കുട്ടിയെ വിസ്മയത്തോടെ നോക്കി നിന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവിടുത്തെ ആൾക്കാർ വരാൻ 10 മണിയാകും. ഇപ്പോൾ സമയം 6 മണി 6:30 ആയിട്ടുള്ളൂ. ചുറ്റുപാട് എവിടെ നോക്കിയാലും ആരുമില്ല. ഈ സമയത്ത് പെട്ടെന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഒരു പെൺകുട്ടി, ഒരു യുവതി, അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആ കുട്ടി നിങ്ങളുടേതാണ്, ആ കുട്ടി ഇനി നിങ്ങളുടേതാണ്. ഇത്ര മാത്രമാണ് പറഞ്ഞത്. ഇവരവിടെ ഇറങ്ങി ചെല്ലുമ്പോഴേക്കും, ഇവർ പ്രായം ഞാൻ സ്ത്രീയാണ്, ഇറങ്ങി ചെല്ലുമ്പോഴേക്കും അവർ ഓടിക്കളഞ്ഞിരുന്നു. ആ യുവതി ഓടിക്കളഞ്ഞിരുന്നു. ഗേറ്റിൻ്റെ പുറത്ത് നോക്കിയപ്പോഴേക്കും അവർ അങ്ങേ അകലെ എത്തിക്കഴിഞ്ഞു. പിന്നെ അവർക്കൊന്നും ചെയ്യാനില്ല. അവരാ കുട്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി. പിന്നീട് അവിടെ എല്ലാവരും അറിഞ്ഞു, എല്ലാവർക്കും സന്തോഷം. ഇന്നത്തെ പോലെ ഗവൺമെൻറ് അധികൃതർ വരിക അങ്ങനെയൊന്നുമില്ല. ആ കുട്ടി അവിടെ വളർന്നു. എന്നും ഈ കുട്ടിയെ അവർ വരുന്ന വഴിക്കുള്ളൊരു അതുപോലത്തെ ഒരു വീടുണ്ട്, അവിടെ ഏൽപ്പിക്കും, അവിടെ വരും. ആ കുട്ടിക്കൊരു 2-3 വയസ്സായോട് കൂടിയിട്ട് ആശുപത്രിയിലേക്കും ഈ കുട്ടിയെ കൊണ്ടുവരും ആ സ്ത്രീ. അങ്ങനെ ആശുപത്രിക്കാരുടെ ഒരു പൊന്നോമനയെ അവരൊക്കെ കൂടി സഹായിച്ചവരെ പഠിപ്പിച്ചു.
അവിടെ നിന്ന് അകലെയുള്ളൊരു ഗ്രാമത്തിൽ, സ്കൂളൊക്കെയുള്ള ഗ്രാമത്തിൽ വിട്ട് പഠിപ്പിച്ചു. അവിടെയുള്ളൊരു സങ്കേതത്തിൽ താമസിപ്പിച്ചു. എന്തിനു പറയുന്നു, അവൻ പഠിച്ച് വളർന്ന് വലുതായി നല്ലൊരു ഉദ്യോഗസ്ഥനായിട്ട് മാറി കൽക്കട്ടയിൽ. അപ്പോൾ ഇവർക്ക് പ്രായമായി, അവന് 10-25 വയസ്സായി, ഇവർക്കൊരു 10-70 വയസ്സായി. ഇവർക്ക് അധ്വാനിക്കൊന്നും പറ്റാണ്ടായി. പക്ഷേ ദൈവം കൊടുത്ത നിധി, അവൻ നല്ലൊരു കുട്ടിയായിരുന്നു, നന്നായിട്ട് പഠിക്കുമായിരുന്നു. അവിടെ നല്ല ജോലി കിട്ടി, സർക്കാർ ജോലി തന്നെ കിട്ടി. അതോടുകൂടി ആ അമ്മയുടെ, ആ പാവപ്പെട്ട സ്ത്രീയുടെ ദാരിദ്ര്യം തീർന്നു. ഇവൻ ആഴ്ചയിൽ 100-120 കിലോമീറ്റർ ഉണ്ടെങ്കിൽ പോലും ആഴ്ചയിൽ അമ്മയെ കാണാൻ വരും. അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും, തിരിച്ചു പോരും. അങ്ങനെ ഇരിക്കുമ്പോൾ അവന് പാറ്റ്നയ്ക്ക് സ്ഥലം മാറ്റം കിട്ടി. അവൻ പോയില്ല. പക്ഷെ അമ്മ പറഞ്ഞു, പോണം, പോയേ മതിയാവൂ, പോണം. നിർബന്ധിച്ച് പറഞ്ഞു, നീ ഇനി കൽക്കട്ടയിലാണെങ്കിലും ആഴ്ചയിൽ ഇവിടെ വരണ്ട, അങ്ങനെ എനിക്ക് നിന്നെ കാണണ്ട, എനിക്ക് നീ വലിയവനാണ്, അതെന്നാണ് ഇഷ്ടം. അവർ വളരെ സങ്കടത്തോടിയിട്ടാണ് പറഞ്ഞു. അങ്ങനെ പാറ്റ്നയിലേക്ക് പോയി. പിന്നെ അവൻ തിരിച്ചു വന്നിരുന്ന 2 മാസം 3 മാസം കൂടുമ്പോഴാണ്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അവൻ്റെ മനസ്സിങ്ങനെ പറയാണ്, അവൻ്റെ മനസ്സിൽ കണ്ണടച്ചാൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയണം, മോനെ, നാളെ ഞാൻ മരിക്കൂടാ, നാളെ ഞാൻ മരിക്കും, നീ വരുന്നുണ്ടെങ്കിൽ വാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇതന്നെയാണ് പറയുന്നത്. ഇവനെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കണ്ണടച്ചെന്ന് പറയും, മോനെ, ഞാൻ നാളെ മരിക്കൂടാ, ഞാൻ നാളെ മരിക്കും. ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നാളെ 2 ദിവസത്തിനകത്ത് ഞാൻ മരിക്കും, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നേരം വെളുത്ത ആദ്യത്തെ വണ്ടിയിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവൻ കൽക്കട്ടയിലെത്തി. എത്തിയപ്പോൾ രാത്രിയായി, വൈകുന്നേരമായി. കൽക്കട്ടയിൽ നിന്ന് ഈ ഗ്രാമത്തിലെത്തിയപ്പോൾ വൈകുന്നേരമായി. ഇനി അവിടെ നിന്ന് പോകണം. ഒരു 6-7 മലകൾ താണ്ടി പോകണം. അവിടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്, ഒരു പുഴ പോലെ. അതിൻ്റെ തീരത്ത് കൂടെ വേണം പോകാൻ. രാത്രി ഒന്നും ആ വഴിക്ക് ആരും സഞ്ചരിക്കില്ല. ഹിംസ ജന്തുക്കൾ എല്ലാം ഉള്ളൊരു സ്ഥലമാണത്. പക്ഷെ ആ വഴിക്ക് വളഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല സഞ്ചരിക്കാവുന്നൊരു നടവരമ്പ് പോലെയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ വഴിക്കാണ് ചുറ്റിക്കറങ്ങിയിട്ടാണ് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുക. പക്ഷെ ഇവനെന്തോ മനസ്സിൽ, ഇന്ന് രാത്രി ഇവിടെ എത്തിയില്ലെങ്കിൽ എൻ്റെ അമ്മ മരിക്കും, എനിക്ക് കാണാൻ കഴിയില്ല. അവനവിടെ ഫോറസ്റ്റുകാരും എല്ലാവർക്കും ആയിട്ട്, ആദിവാസികൾക്കൊക്കെ ആയിട്ട് ഒരു ചെറിയ ചായക്കട സ്ത്രീ നടത്തുന്നുണ്ടായിരുന്നു. ഒരു മുസ്ലിം സ്ത്രീ ആണ് ആ ചായക്കട നടത്തിയിരുന്നത്. അവനതിനകത്ത് തന്നെ കിടന്നുറങ്ങിയിരുന്നത്. അവിടെ ചെന്നൊരു ചായ കുടിക്കും, പുറത്തിറങ്ങും, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും, വീണ്ടും ചായ കുടിക്കും, പുറത്തിറങ്ങും, തിരിച്ചു വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എന്താ മോനെ നിനക്ക് പറ്റിയത്, നീ വല്ലാതെ പരവേശപ്പെടുന്നുണ്ടല്ലോ. അപ്പം കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. തുറക്കും വരെ അവസാനം വരെ പറഞ്ഞു കാര്യങ്ങൾ. അവൻ്റെ ജനനം മുതൽ, ഞാൻ ഇത്രയും ദൂരം വളഞ്ഞു പോയി കഴിഞ്ഞാൽ നാളെ കാലത്താകുമ്പോഴേക്കും എത്തില്ല അവിടെ, എൻ്റെ അമ്മപ്പം മരിക്കും. ഇനി ഈ മല കയറി ഇറങ്ങാൻ എനിക്ക് കഴിയുമോ ചേച്ചി? ഇവിടെ മുള്ളുമുരടും മൂർക്കം പാമ്പ് എല്ലാം ഉണ്ട്, ഹിംസ്ര ജന്തുക്കളുണ്ട്. ഇത് കയറി ഇറങ്ങുന്നത് അവിടെ എത്തലുണ്ടാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ഒറ്റ മല കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ 1-1.5 മണിക്കൂറിന് അവൻ്റെ വീട്ടിലെത്താം. അതേ സമയത്ത് അവിടെ ഉള്ളൊരു ചെറിയൊരു വഴിയുണ്ടാവും. വഴിയിലൂടെ കറങ്ങി പോവുകയാണെങ്കിൽ വ്യത്യാസം കാലത്താവും ഇവിടെ എത്തുമ്പോൾ. കഴിഞ്ഞാൽ 10-26 കിലോമീറ്റർ. നമ്മൾ 26 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ അല്ല കേട്ടോ. പിന്നെ എന്ത് ചെയ്യണം? കാലത്ത് വരെ കാത്തിരുന്ന് ആ റോഡിൽ കൂടെ വളഞ്ഞു പോകണോ, അതോ ഈ മല ഇറങ്ങി പോകണോ? ഈ സമയത്ത് ആ അമ്മ, ആ മുസ്ലിം സ്ത്രീ എൻ്റെ മുഖത്തേക്ക് ഒന്ന് ചിരിച്ചു. അകത്ത് പോയിട്ട് നല്ലൊരു മുട്ടൻ വടി കൊണ്ട് അവൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ അവരൊന്നും പറഞ്ഞില്ല. അവരൊരു പാട്ട് പാടാൻ തുടങ്ങി. അവരുടെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പാട്ടേയും കേട്ടില്ലേ, പാവാട വേണം, യേശുദാസ് പാടുന്ന പാട്ട്. അത് പാടുമ്പോൾ അതിനുവേണ്ടി 10 മിനിറ്റ് പഠിക്കും. പാവാട, ഇങ്ങനെ അവർ പാടുക. അതുപോലെ നീട്ടിയൊരു പാട്ട്. അതിൻ്റെ പുറകിൽ ഈ ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല, ഒരു ചായക്കട, ഒരു കൂരപ്പര, അതിൻ്റെ പുറത്തായിട്ട് 1-2 പേര് ജായതേതോ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇവരത് കൊണ്ടു കൊടുക്കുന്നല്ല. ഈ പാട്ട് നിർത്തിയിട്ടില്ല, എങ്ങനെ പാടിക്കൊണ്ടിരുന്നു. എന്തായിരുന്നു ആ പാട്ട്? മാരേ
റാഖേ കോ. ആദ്യത്തെ വരി. രണ്ടാമത്തെ വരി റാഖേ അല്ലാഹ് മാരേ കോൻ. റാഖേ അല്ലാഹ് മാരേ കോൻ. ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കണവരെ. ഇടയ്ക്ക് ഇവനെ നോക്കി ഒന്ന് ചിരിക്കും. ഒരു പ്രാവശ്യം അവർ അടുക്കളയിൽ തിരിച്ചു കൊണ്ട് ഇവനെ കാണാനില്ല. അവൻ പോയി കഴിഞ്ഞു. ആ മലയെ ലക്ഷ്യമായിട്ടവൻ നടക്കുകയാണ്. വനമാണത് ഘോര വനമാണ്. അവർ നോക്കി നിന്നു. അവന് മൂളുന്നുണ്ട് ഈ പാട്ട്. അങ്ങനെ അവൻ കയറിപ്പോയി. പിറ്റേ ദിവസം കാലത്ത് അതേ മല ഇറങ്ങി അവനോട് വന്നു. പറഞ്ഞു, ആ സമയത്തോടെ എത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മ മരിച്ച് ശവം മാത്രമേ എനിക്ക് കാണാൻ പറ്റുമായിരുന്നുള്ളൂ. ഞാനവിടെ എത്തിയപ്പോൾ 2 മണി രാത്രി. ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഊർദ്ധൻ വലിക്കുകയാണ്. ചെന്ന് അമ്മയെടുത്തു. അമ്മ എന്നെ കണ്ടു. വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തു. എൻ്റെ മടിയിൽ കിടന്നു. എന്നെ നോക്കിക്കൊണ്ട് പതുക്കെ അവരന്തിശ്വാസം വലിച്ചു. അവരെ കർമ്മങ്ങളെല്ലാം നടത്തി ആ വീടൊക്കെ അടച്ചു പൂട്ടി ഞാനിനി തിരിച്ചു പോവുകയാണ് പാറ്റ്നയിലേക്ക്. ചേച്ചി പാടിത്തന്ന പാട്ട് ഞാൻ മറക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ആ പാട്ടാണ് ഇങ്ങനെ ദുർഘടമായിട്ടുള്ള ഈ വനത്തിലൂടെ സഞ്ചരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഇനി എൻ്റെ എല്ലാ ജീവിതത്തിലും ഒരിക്കലും ഞാൻ പാട്ട് മറക്കില്ല എന്നും പറഞ്ഞവൻ അവൻ്റെ ജോലി സ്ഥലത്തേക്ക് പോയി. എന്തായിരുന്നു ആ പാട്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ചെറുപ്പത്തിൽ കേട്ടൊരു പാട്ടാണ്. വളരെ ചെറുപ്പം എന്ന് പറയുമ്പോൾ ഞാനൊരു യുവാവായിട്ടൊക്കെ ഇരിക്കുമ്പോൾ കേട്ട പാട്ടാണ്. അതെൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് ദുർഘടങ്ങൾ, ഒരുപാട് പീഡനങ്ങൾ, നിലം പരിശായിട്ടുള്ള അവസ്ഥകൾ, മണ്ണ് തിന്ന് ജീവിക്കേണ്ടുന്ന ഗതികേടുകൾ ഒക്കെ വരുമ്പോഴും ഈ പാട്ടെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് എന്നെ ജീവിപ്പിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പലതാണ്. ഈ പാട്ടുകൾ കൂടിയാണ്. അതാണ് എൻ്റെ അന്തരംഗത്തിന് ബലമേകിയത്. മാരേ അല്ലാഹ് റാഖേ കോൻ, റാഖേ അല്ലാഹ് മാരേ കോൻ, മാരേ അല്ലാഹ്. അള്ളാഹു ഒരുവനെ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ, അള്ളാഹു ഒരുവനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചാൽ അവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. റാഖേ അല്ലാഹ് മാരേ കോൻ. അള്ളാഹു ഒരുവനെ രക്ഷിക്കാൻ തീരുമാനിച്ചാൽ അവനെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. ഇതാണ് അതിൻ്റെ അർത്ഥം. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ കയറിപ്പോയത്. തനിക്ക് വിധിയുണ്ടെങ്കിൽ, തൻ്റെ അമ്മയെ കാണാനുള്ള പുണ്യം തനിക്കുണ്ടെങ്കിൽ ഞാനത് കണ്ടിരിക്കും. അതിനുള്ള രക്ഷ എൻ്റെ അള്ളാഹു എനിക്ക് നൽകും. അതില്ലെങ്കിൽ എനിക്കതിനുള്ള പുണ്യമില്ല. ഞാൻ കയറി പോകുമ്പോൾ വല്ല പാമ്പ് കടിച്ചോ വല്ല ഹിംസ ജന്തുക്കൾ എന്നെ ആക്രമിച്ചോ ഞാൻ മരിച്ചു പോകും. എൻ്റെ വിധി ഞാനായിട്ട് എൻ്റെ വിധിയെ ഞാൻ രൂപപ്പെടുത്തുന്നില്ല. എൻ്റെ കർമ്മം ഞാൻ ചെയ്യുന്നു. ബാക്കിയെല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുക്കുന്നു. അള്ളാഹുവിനെ രക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കാൻ ഈ ലോകത്തിൽ ആരുണ്ട്? അതല്ല, എൻ്റെ അമ്മയെ കാണിച്ചു തരണ്ട, അതിനുള്ള പുണ്യം നീ ചെയ്തിട്ടില്ല എന്നാണ് അള്ളാഹുവിൻ്റെ വിധിയെങ്കിൽ, എന്നെ ശിക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കാൻ ആരുണ്ട്? നമ്മൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. നാളെകളെക്കുറിച്ചുള്ള വേവലാതികൾ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തയ്യാറാക്കി വെക്കുകയാണ്. ഞാൻ നാളെ ഇന്ന കാര്യം ചെയ്യും, അടുത്ത ആഴ്ച ഇന്ന കാര്യം ചെയ്യും, അതിൻ്റെ അടുത്ത മാസം ഇന്ന കാര്യം ചെയ്യും, അടുത്ത വർഷമാകുമ്പോഴേക്കും ഞാൻ ഇന്നത് ചെയ്യും എന്നൊക്കെയും പറഞ്ഞു. അപ്പോൾ പരമകാരുണികനായിട്ടുള്ള ദൈവം ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് അറിയാമോ? അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്കും ഞാൻ ഇന്നത് ചെയ്യും
എന്ന് പറയുമ്പോൾ അള്ളാഹു ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ? അടുത്ത നിമിഷം അവൻ മരിക്കാൻ കിടക്കുകയാണ്. അത് പരമകാരുണികനെ അറിയുള്ളൂ. എല്ലാവരുടെയും തലവിധി അവൻ ഒരുവൻ മാത്രം അറിയുന്നു. എല്ലാ അറിവും അവൻ്റേതാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രവർത്തിക്കാം, നല്ല മനസ്സോടെ കർമ്മം ചെയ്യാം. അതിൻ്റെ ഫലം തരുന്നത് അള്ളാഹു ആണെന്ന് മനസ്സിലാക്കുക.